ഇനിയുള്ളത് മീനക്കൂറാണ്. അക്വാരിസ് എന്നാണ് അതിന് ഇംഗ്ലീഷിലെ നാമം. പൂരുരുട്ടാതി അവസാനത്തെ പാദവും ഉത്രട്ടാതിയും രേവതിയും ചേർന്ന അതാണ് മീനക്കൂറ്. ഇവർക്ക് കണ്ടകശനിയും ഏഴരശനിയും ഒന്നിച്ച് വരുന്ന കാലമാണ്. അതുകൊണ്ടുണ്ടാവുന്ന പല ബുദ്ധിമുട്ടുകളും അവർ കുറച്ച് കാലമായിട്ട് അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. വിദേശ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലോ വിദേശത്ത് ജോലി ചെയ്യുക, വിദേശവുമായി ബന്ധപ്പെട്ട കച്ചവടാദികളോ അങ്ങനെയുള്ള ജോലികളോ ഒക്കെ ചെയ്യുന്നവർക്കും ആത്മീയ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും സാമാന്യേന അനുകൂലമാണ് എന്ന് പറയാവുന്നതാണ്. എന്നാൽ ഈ കണ്ടകശനിയും ഏഴരശനിയും ഒന്നിച്ചു നിൽക്കുന്ന കാലത്തിൽ എല്ലാ കാര്യങ്ങൾക്കും ഒരു നിയന്ത്രണം വേണ്ടതാണ്. പ്രത്യേകിച്ച് പുതിയ സംരംഭങ്ങൾ തുടങ്ങാതിരിക്കാനും മറ്റും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. വരവിൽ ഏറെ ചിലവ് വരുന്ന കാലമാണ്. അതുകൊണ്ട് പുതിയ സ്പെക്കുലേറ്റീവായിട്ടുള്ള യാതൊരു കാര്യവും ചെയ്യാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതൊക്കെ നഷ്ടത്തിൽ കലാശിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ആരോഗ്യപരമായിട്ട് ഉറക്കക്കുറവുണ്ടാകാം. കാല് സംബന്ധിച്ചോ ജോയിൻ്റ് മുട്ട് അതുപോലെ പാദങ്ങൾ സംബന്ധിച്ചോ ഒക്കെയുള്ള ചില രോഗങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അത് അങ്ങനെയുള്ള വേദനകളോ അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെ രോഗമുള്ളവർക്ക് അത് മൂർച്ഛിക്കാനും ഒക്കെ സാധിക്കും. ആ രോഗസാധ്യതകൾ അറിഞ്ഞ് അതിനനുസരിച്ച് വേണ്ടത്ര കെയർ അത് എടുക്കേണ്ടതാണ്. കുടുംബത്തിൽ മുതിർന്നവരുടെ ആരോഗ്യത്തിൽ ചില പ്രശ്നങ്ങളുണ്ടാകാം. അത് സംബന്ധിച്ച് ആകുലത അഥവാ ഉത്കണ്ഠ നമുക്ക് ഉണ്ടാകാം. അതിനുവേണ്ടി പ്രവർത്തിക്കേണ്ടതായിട്ട് വരും. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇവർക്ക് പരിഹാരമായിട്ട് വിഷ്ണുവിനെ ഭജിക്കുക, ശിവനെ ഭജിക്കുക, ഹനുമാനെ ഭജിക്കുക, ശാസ്താവിനെ ഭജിക്കുക, അഥവാ ഈ ദേവന്മാരുടെയും മറ്റും സഹസ്രനാമാദി മന്ത്രജപങ്ങളും ഒക്കെ വളരെ സഹായിക്കും. പ്രത്യേകിച്ച് പ്രാണായാമാദികളൊക്കെ ചെയ്ത് മനസ്സിനെ ഒരു സമീകൃതമായിട്ട് ബാലൻസ്ഡായിട്ട് വയ്ക്കാൻ ഇവരെ പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലെന്നുണ്ടെങ്കിൽ പല ആത്മസംഘർഷങ്ങളും വരാം. അതുകൊണ്ടുണ്ടാവുന്ന പല ദുരിതങ്ങളും അനുഭവിക്കാനും ഉള്ള യോഗം കാണുന്നുണ്ട്. നമസ്കാരം.